സ്ട്രെസ് വന്നപ്പോൾ ചിലവഴിക്കൽ എന്ന് പറയുന്നത്, വിഷമം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഓൺലൈൻ ഷോപ്പിങ്ങിന് പോവുക, അല്ലെങ്കിൽ പുറത്തിറങ്ങി ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോവുക, കറങ്ങി അടിക്കുക, അല്ലേ? ഇതധികം ആൾ ചെയ്യുന്നതല്ലേ? മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ? അവനത് വാങ്ങിച്ചു കൊടുത്താൽ, അവർക്കിത് കൊടുത്താൽ എന്ന് പറഞ്ഞ് സ്പെൻഡ് ചെയ്യുന്നു. നമുക്ക് ക്ഷീണമാവുണ്ട്, ബോറടിക്കുന്നു. നമ്മൾ എന്താ അധികം ചെയ്യാൻ പോവുക? ഫുഡ് കഴിക്കാൻ പോകുന്നു. ഏതാ? വായിക്ക് ഇഷ്ടപ്പെട്ട രുചിയുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകും, അല്ലെങ്കിൽ മൊബൈൽ വാങ്ങിക്കാൻ പോകും, അല്ലെങ്കിൽ മറ്റൊന്ന് ഗാഡ്ജറ്റ് അല്ലെങ്കിൽ വാങ്ങിക്കാൻ പോകും, അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകും. ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ? യഥാർത്ഥത്തിൽ ഇവിടെ ഇമോഷനാണോ നിങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നത്, അല്ല ആവശ്യമാണോ പ്രേരിപ്പിക്കുന്നത്? ശരിക്കും മനസ്സിലാക്കുക. നീഡാണോ നമ്മളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്, അല്ല ഇമോഷനാണ്? ഉത്തരം എഴുതിയത് നിങ്ങൾ. നീഡാണെങ്കിൽ, ഇത് ആവശ്യത്തിനാണ് ഞാൻ ചെലവഴിക്കുന്നതെങ്കിൽ അങ്ങനെ പറയൂ. അല്ല, ഇതെൻ്റെ ഇമോഷൻ പുറത്താണ് ഞാൻ ചെലവഴിക്കുന്നതെന്ന് പറയും. ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ സാധനം മേടിക്കുന്നത്, മറ്റുള്ളവർ ഇംപ്രസ് ചെയ്യാൻ ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ചെയ്യുന്നതാണോ? യെസ് ഓർ നോ? ഇമോഷനാണോ നീഡാണോ? ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ഇമോഷനാണോ നീഡാണോ? ഇമോഷണൽ. ഇമോഷണൽ അല്ലേ? യെസ്. ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ. ഇമോഷണൽ. എന്തുകൊണ്ട് നമ്മൾ ഇമോഷണലാകുന്നു ഇവിടെ? സി, ഈ സ്പെൻഡിങ് ഒന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അവിടെ അൺകോൺഷ്യസ് ആയാൽ അതാണ് മണിയുടെ ലീക്കേജ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഓൺലൈൻ സാധനം മേടിക്കുന്നത് തെറ്റല്ല. മറ്റുള്ളവർ ഇമ്പ്രസ് ചെയ്യാൻ സാരി മേടിച്ചു കൊടുക്കുന്നു. അയ്യോ എനിക്ക് ഇന്നലെ കിട്ടിയ ഗിഫ്റ്റ് എവിടെ? കാണിച്ചില്ലല്ലോ അല്ലേ? ഇന്നലെ എനിക്ക് 2-3 സാധനം നല്ല അടിപൊളി ഗിഫ്റ്റ് കിട്ടി. എന്താ? അതൊക്കെ ഇമ്പ്രസ് ചെയ്യുന്ന ഗിഫ്റ്റുകളാണ്, സന്തോഷമാണ്. അതൊന്നും സ്പെൻഡിങ് റോങ് എന്നല്ല പറഞ്ഞത്. പക്ഷെ അവിടെ നമ്മൾ അൺകോൺഷ്യസ് ആവരുത്, കോൺഷ്യസ് ആവണം. ഇവിടെയാണ് മണി ലീക്കേജ് വരുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരാൾ ഒരു മാസം മുഴുവൻ ടെൻഷൻ അടിച്ച് ജോലി ചെയ്യുന്നു. ശമ്പളം കിട്ടുന്ന ദിവസം തന്നെ മൈൻഡ് എന്ത് പറയുന്നറിയോ? ഈ മാസം ഞാൻ വളരെ കഷ്ടപ്പെട്ടു, എനിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒന്നിക്കിൽ ഒരു ഷോപ്പിങ്ങിന് പോകും, അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് കഴിക്കാൻ പോകും, അല്ലേ? എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യും. ആ നിമിഷം അയാൾക്കൊരു റിലീഫ് കിട്ടും. ആഹാ, ഞാൻ ഒരു മാസം കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒരു ദിവസം സ്പെൻഡ് ചെയ്തു. ആണല്ലോ, എല്ലാവരും സാധാരണ ചെയ്യുന്ന കാര്യമാണല്ലോ. നമ്മളൊക്കെ ചെയ്യാറുണ്ട്, ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ പണ്ട് ശമ്പളം കിട്ടി അന്ന് അടിച്ചു കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ അത് ചെയ്യുന്നതിൽ തെറ്റല്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ടെൻഷൻ അടിക്കുമോ? അടിക്കും. അപ്പോൾ അന്ന് ചെലവാക്കിയത് വെറും ഒരു ചെലവാണോ, അത് വാങ്ങിയത് ടെമ്പററി ഇമോഷണൽ റിലീഫിന് വേണ്ടിയിട്ടാണോ? വീണ്ടും അങ്ങനെ ചെയ്തിട്ട് അവൻ ഫുള്ള് റിലീഫ് ആയെങ്കിൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? അവനത് തന്നെ പറയാമല്ലോ. നോക്കൂ, ഞാനിപ്പോൾ എത്ര പണിയെടുത്താലും മാസാവസാനം എനിക്ക് നല്ല റിലാക്സേഷൻ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പണിയെടുക്കുന്നതെന്ന് പറയാറുണ്ടോ? ഇല്ലല്ലേ. വളരെ കുറച്ച് ആൾക്കാർ, വളരെ 0.1% അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ആ സമയം, അതിൻ്റെ അർത്ഥം ഈ ഒരു ചെലവാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി ഇമോഷണൽ റിലീഫ് മാത്രമാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത്. നിങ്ങൾ ചിലവഴിക്കുന്നത് ആവശ്യത്തിനാണോ, അല്ലെങ്കിൽ ഉള്ളിലുള്ള ടെൻഷൻ കുറക്കാനാണോ എന്നതാണ് ചോദ്യം. നിങ്ങൾ ചിലവഴിക്കുന്നത് ആവശ്യത്തിനാണോ, അല്ലെങ്കിൽ ഉള്ളിലുള്ള ടെൻഷൻ കുറക്കാനാണോ? ഈ ചോദ്യം വളരെ സീരിയസ് ആയി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്നറിയോ? പലർക്കും മണി പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻകം അല്ല. ഈ പറഞ്ഞ ഇൻവിസിബിൾ ആയിട്ടുള്ള മണി ലീക്കാണ് യഥാർത്ഥ വിഷയം. ഇവിടെ നിങ്ങൾ സൊല്യൂഷൻ ഒന്നും കാണാൻ വേണ്ടി തലകുത്തി മറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലീക്ക് ഉണ്ടോ, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു ലീക്കേജ് ഉണ്ട്, അത് കാണുന്നില്ലെങ്കിൽ നമുക്കതിനെ അടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് ഇന്ന സ്ഥലത്താണ് ലീക്ക്, ഇന്നതാണ് വിഷയം എന്ന് മനസ്സിലാക്കാത്തടത്ത് എങ്ങനെ അതിനെ അടക്കാൻ പറ്റും? അപ്പം അതിനെ അടക്കണമെങ്കിൽ ആദ്യം ഇങ്ങനെ ലീക്ക് നമുക്കുണ്ട് എന്ന് തിരിച്ചറിയണം. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇതുവരെയുള്ള ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ലീക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് എഴുതിക്കോളൂ, ഞാൻ എൻ്റെ മണി ലീക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നു.